പ്രൈസ് ദി ലോർഡ്. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം. അല്പനേരം നാം ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാൻ പോകുന്നു. അതിനാധാരമായി എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യമാണ് വായിക്കുന്നത്. ഒരിക്കൽ കൂടെ പറയുന്നു, എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ മോചിപ്പിപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. ഹല്ലേലൂയ. എത്രയോ ദൈവദാസന്മാർ ശുശ്രൂഷിച്ച എത്രയോ ദൈവത്തിൻ്റെ ദാസിമാരും സഹോദരി സഹോദരന്മാരുമൊക്കെ വായിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ് നാം വായിച്ചു കേട്ടത്. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവ് എടുക്കും. പ്രാർത്ഥന കേൾക്കും യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവിൻ്റെ വചനം കയ്യിലുള്ളവര്, സമയമുള്ളവര് ഇവിടെ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുമ്പോൾ തിരുവചനമെടുത്ത് മറച്ചു നോക്കുക, വായിക്കുക, പഠിക്കുക. ആമേൻ. നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനം ചിന്തിക്കാം ഈ സമയം. ഹല്ലേലൂയ. ഇവിടെ കർത്താവിൻ്റെ ദാസൻ പറയുന്നു, ആത്മാവിൽ എഴുതപ്പെട്ടു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ. ഈ ലോകത്തിൽ ജനിച്ച മനുഷ്യർക്ക് കർത്താവായ ദൈവം, പിതാവായ ദൈവം മനുഷ്യർക്ക് ഒരുക്കിയിട്ടുള്ള അവസാനത്തെ ജഡ്ജ്മെൻ്റാണ് മരണവും അതുമായി ബന്ധപ്പെട്ട് ഒരു ന്യായവിധിയും. ഹല്ലേലൂയ. ഒരു മനുഷ്യർക്കും ഈ ജഡ്ജ്മെൻറ്റിൽ നിന്ന് മാറി നിൽക്കുവാൻ സാധ്യമാകില്ല എന്ന് തിരുവചനം പഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കാണുവാൻ കഴിയും, അറിയുവാൻ കഴിയും. ആമേൻ. ഇനി തിരുവചനത്തിൻ്റെ ഭാഗത്തിലേക്ക് പ്രവേശിക്കട്ടെ. അപ്പോൾ ജനിച്ചാൽ മരിക്കണം, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ബൈബിൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വാസി മക്കളായിരിക്കുന്നവര് ഹൃദയത്തിൽ അരക്കിട്ടുറപ്പിച്ച ആമേൻ ഒരു സത്യമാണ് നിത്യത. മനുഷ്യനായി പിറന്ന ഒരു വ്യക്തിക്ക് അവസാനത്തിൽ ഒരു ന്യായവിധിയുണ്ട്. മരണത്തിന് ശേഷം ജഡ്ജ്മെന്റിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ ഒരു മാർഗമേ ഉള്ളൂ. ആമേൻ. ക്രിസ്തു യേശുവിലേക്ക് മടങ്ങി വരിക, ക്രിസ്തുവിനെ അംഗീകരിക്കുന്നവരായി മാറുക, ക്രിസ്തുവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായി മാറുക, അവൻ്റെ വചനത്തിൽ ജീവിച്ച് മാനസാന്തരപ്പെട്ട് ആമേൻ വേർതിരിക്കപ്പെട്ട ദൈവമക്കളായി ജീവിക്കുക. അങ്ങനെയുള്ളവർക്ക് ആമേൻ ഒരു ശിക്ഷാവിധിയുമില്ല. ഹല്ലേലൂയ. ഈ വചനദൂതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരട്ടെ. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? അതുകൊണ്ട് ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. സന്തോഷിപ്പാൻ സംഗതിയുണ്ട് എനിക്കും നിങ്ങൾക്കും. ആമേൻ. ക്രിസ്തുവിൽ ആയിരിക്കുന്നത് കൊണ്ട്, ഞാനും നിങ്ങളും കൃപയിൽ ആയിരിക്കുന്നത് കൊണ്ട്, ഞാനും നിങ്ങളും ദൈവത്തിൽ ആയിരിക്കുന്നത് കൊണ്ട്, ഞാനും നിങ്ങളും ക്രിസ്തുവിൽ ജീവിക്കുന്നത് കൊണ്ട്, ആമേൻ. വചനത്തിൽ നാം കാണുകയാണ് റോമർ 8-ന്റെ 1-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ആമേൻ. ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിന്റെ നാമത്തിൽ രക്ഷിക്കപ്പെട്ട് ആമേൻ സ്നാനപ്പെട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ തിരുമേശയിൽ പങ്കുകൊണ്ട് സഭയോട് കൂടി ചേർന്ന് അപ്പോസ്തലിക ഉപദേശത്തെ കൈക്കൊണ്ട് അതിൻ പ്രകാരം ജീവിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നത് കൊണ്ട് എനിക്ക് നിങ്ങൾക്കും പറയുവാൻ കഴിയും, ഞാനിപ്പോൾ ക്രിസ്തു യേശുവിൽ ആയിരിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയജനമേ, ഒന്ന് വിശ്വാസത്തോടെ പറയാൻ പറ്റുമോ? ഞാൻ ക്രിസ്തു യേശുവിൽ ആയിരിക്കുന്നു, ഞാൻ ക്രിസ്തു യേശുവിൽ ആയിരിക്കുന്നു. പൂർണ്ണ ദൃഢതയോടെ, പൂർണ്ണ മനസ്സോടെ ഒന്ന് പറയട്ടെ,
ഞാൻ ക്രിസ്തു യേശുവിൽ ആയിരിക്കുന്നു. ഹല്ലേലൂയ. ഇതിൽ പരം നമുക്ക് എന്ത് ഭാഗ്യം വേണം? ആമേൻ. ക്രിസ്തു യേശുവിൽ ജീവിക്കുന്നത് തന്നെ ഒരു വലിയ മഹൽ ഭാഗ്യമായി കാണട്ടെ. ഹല്ലേലൂയ. തിരുവചനം പഠിക്കുമ്പോൾ വേദപുസ്തകത്തിൽ നിത്യതയിൽ പ്രവേശിക്കുവാൻ ദൈവം തിരുവചനപ്രകാരം ഒത്തിരി വചനങ്ങൾ എഴുതപ്പെട്ടു. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് മുൻപോട്ട് പോയെങ്കിലും ആ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും നിത്യതയ്ക്കായി എങ്ങനെ ഒരുങ്ങണമെന്നും നിത്യത എങ്ങനെ കരസ്ഥമാക്കാമെന്നുമൊക്കെ തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിൽ കർത്താവ് പഠിപ്പിച്ച ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളുമല്ല, എന്നെ ചിന്തിപ്പിച്ച ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. നമുക്ക് വചനത്തിലേക്ക് മടങ്ങി വരാം. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ ഒരു സംഭവം ഇങ്ങനെയുണ്ട്. നമുക്ക് വായിക്കാം. നിത്യതയിൽ പ്രവേശിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് കർത്താവ് പറഞ്ഞ ചില ഉപമയിൽ ആമേൻ. മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ ഒരു സംഭവം ഇങ്ങനെ ഞാൻ വായിക്കട്ടെ നിങ്ങളുടെ മുമ്പിലേക്ക്. യേശു തൻ്റെ ശിഷ്യന്മാരോട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെയാകുന്നു. യേശു നേരത്തെ ഞാൻ പറഞ്ഞ ചില കാറ്റഗറിയിൽപ്പെട്ട ഒരു കാര്യമാണ് ധനവാനെ കുറിച്ച്. ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസമുള്ള കാര്യമാകുന്നു. അതിന് ഉദാഹരണമായിട്ട് കർത്താവ് ഒരു ഉപമ കൂടെ, ഒരു സ്റ്റോറി കൂടെ പറയുകയാണ്. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവ് പറയുകയാണ്. കർത്താവ് ഒരു ഉപമയാണ് അവിടെ പറഞ്ഞത്. എന്താകുന്നു ആ ഒരു ഉപമ? വേദപഠിതാക്കൾ പറയുന്ന ചില അഭിപ്രായങ്ങളുണ്ട്. തിരുവചനത്തിൽ കാണുവാൻ കഴിയില്ല, അതിന് യാതൊരു തെളിവുമില്ല, തെളിയിക്കുവാൻ തക്കതായ വചനങ്ങളുമില്ല. യെരുശലേമിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ, ജെറുസലേമിൻ്റെ തെരുവോരങ്ങളിലൊക്കെ ചെറിയ ചെറിയ ഗേറ്റുകൾ ഉണ്ടായിരുന്നു. ഊരുകളിലേക്ക് കടക്കേണ്ടതായ ചില ഗേറ്റുകൾ. അത് ഒരൊട്ടകം ചരക്കുമായി കൊണ്ടുവരുമ്പോൾ ആ ഒട്ടകത്തിന് ആ വാതിലുകൾ കടക്കുവാൻ പ്രയാസമുള്ള കാര്യമാകുന്നു. ചരക്ക് ഇറക്കി വെച്ച് അവിടെ മാറ്റി വെച്ച് ഒട്ടകം വളരെ കുനിഞ്ഞു വേണം ആ ഗേറ്റിന്റെ വഴിയിലൂടെ കടന്നു പോകുവാൻ. അതിന് സൂചിയുടെ കുഴ എന്നുള്ള ഒരു പേരുള്ള ഗേറ്റ് എന്ന് അന്ന് പറയപ്പെട്ടു എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടെ വചനത്തിൽ കാണുവാൻ കഴിയില്ല, പക്ഷെ അഭിപ്രായം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കാം കർത്താവ് ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസമുള്ള കാര്യമാകുന്നു, അതിനേക്കാൾ നല്ലത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് അവിടെ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ധനവാനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. അത് വായിക്കണമെങ്കിൽ, അതറിയണമെങ്കിൽ മത്തായി 19-ാം അധ്യായത്തിന്റെ സ്തോത്രം 16-ാമത്തെ വാക്യം മുതൽ 22 വരെ വാക്യം വായിക്കുമ്പോൾ ആരാണ് ഈ ധനവാൻ എന്ന് അവിടെ കാണുവാൻ കഴിയും. അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരുവേ, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. ഗുരുവേ, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ആ മനുഷ്യൻ ചോദിക്കുകയാണ്. അവൻ എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു. യേശു പറയുന്നു, ജീവനിലെങ്കിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക, കൽപ്പനകളെ പ്രമാണിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കണമെന്നില്ല. പാരമ്പര്യപരമായി ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുന്നെങ്കിലും നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം. തിരുവചനം പഠിപ്പിക്കുന്ന കൽപ്പനകളുണ്ട്, അതിലേക്ക് പോകുന്നില്ല, മടങ്ങി വരട്ടെ. സ്തോത്രം. നാം വായിച്ചത് 19-ന്റെ 16 മുതൽ താഴേക്കാണ്. ഇനി 17-ാമത്തെ വാക്യം. എങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് അവനോട് പറഞ്ഞു.
ഏവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. 20-ാമത്തെ വാക്യം, യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ചു പോയി കളഞ്ഞു. കണ്ടല്ലോ, 19-ാം അധ്യായത്തിന്റെ 16 മുതൽ 22 വരെ വായിക്കുമ്പോൾ ധനാഢ്യനായ ഒരു യൗവനക്കാരൻ, ഹല്ലേലൂയ, സ്തോത്രം, യൗവനത്തിലെ സമ്പന്നനാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ മനുഷ്യനോട് കർത്താവ് പറയുന്നു, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക എന്ന് പറഞ്ഞപ്പോൾ അവന്റെ മുഖം വല്ലാതെ വാടി. ആമേൻ. ആ വചനം കേട്ടിട്ട് അവൻ ദുഃഖിച്ചു പോയി കളഞ്ഞു. അപ്പോൾ 23-ാമത്തെ വാക്യത്തിൽ ഈ ധനാഢ്യനായ മനുഷ്യനെ കുറിച്ച് യേശു തന്റെ ശിഷ്യഗണങ്ങളോട് എടുത്തു പറയുകയാണ്. ആമേൻ. ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ, അവന്റെ മനസ്സ് പലതിലും ചഞ്ചലപ്പെട്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിലെ 62-ാമത്തെ പുസ്തകത്തിൽ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പീഡനത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ മയങ്ങരുത്, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. ഈ യൗവനക്കാരന്റെ മനസ്സ് മുഴുവൻ സമ്പത്തിലാണ്. ആമേൻ. അതുകൊണ്ടായിരിക്കാം കർത്താവ് പറയുന്നത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസമുള്ള കാര്യമാകുന്നു, അതിനേക്കാൾ നല്ലത് ഒട്ടകം സൂചിക്കുഴലിലൂടെ കടക്കുന്നതായിരിക്കും നല്ലത് എന്ന്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഈ 19-ാം അധ്യായത്തിലെ 23 താഴേക്ക് നാം നോക്കി പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്ന മറ്റൊരു സംഭവം, ശിഷ്യന്മാർ ചോദിക്കുന്നു. അത് കേട്ടിട്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യം, എങ്കിലും ദൈവത്തിന് സകലതും സാധ്യമെന്ന് പറഞ്ഞു. അത് മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സാധ്യമെന്ന് പറയുകയാണ്. ആമേൻ. ബൈബിളിൽ ഇങ്ങനൊരു വാക്യമുണ്ടല്ലോ, നീതിമാൻ പ്രയാസേന ദൈവരാജ്യത്തിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു. നീതിമാൻ പ്രയാസേന ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പറയുകയാണ്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് പ്രയാസമുള്ള കാര്യമാണ്. അവന്റെ മനസ്സ് പലതിലും ചഞ്ചലപ്പെട്ട് കിടക്കും, പല പാപത്തിലും ചഞ്ചലപ്പെട്ട് കിടക്കും. നേരത്തെ പറഞ്ഞു, സങ്കീർത്തനം 62-ന്റെ 10-ാമത്തെ വാക്യത്തിൽ, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. ആമേൻ. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, സ്തോത്രം. ദാവീദ് പറയുന്നു, എനിക്ക് കഷ്ടവും തരരുത്, വലിയ ഉയർച്ചയും തരരുത്. കാരണം എനിക്ക് അധികം കഷ്ടത വന്നാൽ ഞാൻ ദൈവത്തെ ആമേൻ ഉപേക്ഷിച്ച് കളയും. എനിക്ക് അധികം ഉയർച്ച വന്നാൽ ഞാൻ ദൈവത്തിൽ നിന്ന് മാറിപ്പോകും. അതുകൊണ്ട് പ്രിയ ദൈവത്തിന്റെ മിത്രമേ, ദൈവത്തിന്റെ ജനമേ, ആമേൻ, സഹോദരി സഹോദരനെ പറയട്ടെ, ഉള്ളത് കൊണ്ട് നാം ജീവിക്കുന്നവരായി മാറട്ടെ. അധികം സമ്പത്ത് വർദ്ധിച്ചാൽ ദൈവത്തിൽ നിന്ന് നാം മാറിപ്പോകുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. വില കൂടിയ കാറുകളും വില കൂടിയ ഭവനങ്ങളും വില കൂടിയ ഒത്തിരി പ്രൗഢികളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തെക്കാൾ അതിന് പ്രാധാന്യം കാണുമെന്ന് സംശയമുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളത് കൊണ്ടായിരിക്കാം ദൈവത്തിന്റെ തിരുവചനത്തിൽ സങ്കീർത്തനക്കാരൻ 62-ന്റെ 10-ാമത്തെ വാക്യത്തിൽ എഴുതിച്ചതും, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. അടുത്തൊരു തിരുവചന വേദഭാഗം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം താഴേക്ക് ഇങ്ങനെ വായിക്കുന്നു. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. അവൻ ചില കാര്യങ്ങളാണ് ഈ ധനവാനായിരിക്കുന്ന മനുഷ്യൻ ചെയ്തിരിക്കുന്നത്. അവൻ ധൂമ്ര വസ്ത്രം ധരിച്ച്, വില കൂടിയ വസ്ത്രം ധരിച്ച്, വില കൂടിയ പട്ടുകൾ ധരിച്ച്,
ആമേൻ ദിനം പ്രതി ദിവസം തോറും ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുൻപിൽ ആമൻ സമർപ്പിക്കപ്പെടാതെ, ദൈവിക ചിന്തകളില്ലാതെ, ദൈവത്തോടുള്ള ജീവിതമില്ലാതെ തനിക്ക് ലഭിച്ച എല്ലാ അവൻ സമ്പത്തിലും അവൻ ആഡംബരത്തോടെ ജീവിച്ചു. അവൻ ആഡംബരത്തോടെ നടന്നു, സുഖമായൊരു ജീവിതം നയിച്ചു, വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചു, വില കൂടിയ പട്ടുകൾ ധരിച്ചു. ഇങ്ങനെ സുഖിച്ച് സന്തോഷമായി പോരുന്ന ഒരു ധനാഢ്യനായ മനുഷ്യൻ. എന്നാൽ ധനികന്റെ പേര് ഇവിടെ പറയുന്നില്ല. ദരിദ്രനായിരിക്കുന്ന മനുഷ്യന്റെ പേര് എടുത്തു പറയുന്നു. അവൻ ലാസർ എന്ന് എടുത്തു പറയുകയാണ്. 20-ാമത്തെ വാക്യം, ലാസർ എന്ന പേരുള്ള ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. അവൻ 2 കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു. ധനവാനായ മനുഷ്യന് മുൻപേ ദരിദ്രനായ മനുഷ്യൻ അവിടെ മരിക്കുകയാണ്. ആ മനുഷ്യന്റെ പേര് ലാസർ എന്നാണ്. എന്നാൽ കർത്താവ് എന്തുകൊണ്ട് ആ ദരിദ്രൻ മരിച്ചപ്പോൾ, ലാസർ മരിച്ചപ്പോൾ ദൂതന്മാർ അവൻ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി? യഹൂദ ജനത്തിന്റെ വിശ്വാസം അനുസരിച്ച് അബ്രഹാമിന്റെ സന്നിധിയിൽ എത്തപ്പെടുമെന്നും അബ്രഹാം വിശ്വാസികളുടെ പിതാവാണെന്നും ഒക്കെ ഒരു വലിയ ചിന്താഗതി അവർ ഹൃദയത്തിലുണ്ടായിരുന്നു, അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അബ്രഹാമിനെ നിത്യതയിൽ കാണാമെന്നുള്ള ഒരു വിശ്വാസമുള്ളതുകൊണ്ട് അവിടെ ആമേൻ ദൈവികമായ ആ അനുഭവത്തെ കർത്താവ് അബ്രഹാം എന്ന ഒരു പേരോടെ ചേർത്ത് വെക്കുകയാണ് അവർക്ക് വിശ്വസിക്കുവാൻ വേണ്ടി. അതുകൊണ്ട് അബ്രഹാം പിതാവിന്റെ മടിയിൽ ഒരു സ്വസ്ഥതയുള്ള ഒരു അന്തരീക്ഷം, അല്ലെങ്കിൽ സ്വസ്ഥതയുള്ള സമാധാനമുള്ള ഒരു പശ്ചാത്തലം ആണെന്ന് അറിയുവാൻ വേണ്ടി അബ്രഹാം എന്ന ഒരു പേര് അവിടെ ചേർക്കുകയാണെന്ന് വേദപണ്ഡിതാക്കൾ പറയുന്നാൽ 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. നോക്കുക, ആമേൻ. ലാസറിന് ശേഷം, ദരിദ്രനായിരിക്കുന്ന ലാസറിന് ശേഷം അവിടെ ധനികനായ മനുഷ്യന് മരിക്കുമ്പോൾ, ആമേൻ, ആ ധനികനായ മനുഷ്യൻ യാതനാ സ്ഥലത്തേക്ക് അവിടെ നിൽക്കുമ്പോൾ, യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച അബ്രഹാം പിതാവിന്റെ മടിയിൽ ആമേൻ ലാസറിനെയും കാണുകയാണ്. അപ്പോൾ 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസറിന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്നെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ശക്തമായി വിളിച്ചു പറയുകയാണ്, അവൻ ഞാൻ ഈ യാതനയിൽ വേദന അനുഭവിക്കുന്നു, അതുകൊണ്ട് ലാസറിന്റെ വിരൽ വെള്ളത്തിൽ മുക്കി നാവിന്മേൽ നനയ്ക്കണമേ എന്ന് ധനികനായ മനുഷ്യൻ പറയുകയാണ്. ഇന്ന് ഈ സമയം ഓർക്കുക, മരണത്തിനപ്പുറം ഒരു നരകവും ഒരു സ്വർഗവുമുണ്ട്. ഈ നരകത്തെയും സ്വർഗത്തെയും കുറിച്ചും പ്രതിപാദിച്ച വിഷയത്തിന് നടുവിൽ യേശു എടുത്തു വെച്ച 2 കഥാപാത്രങ്ങളാണ്. ഒന്ന് ധനികനായ മനുഷ്യനും ഒന്ന് ദരിദ്രനായ മനുഷ്യനും അബ്രഹാമിനെയും ചേർത്ത് വെക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ, ആമേൻ. ഒരു ന്യായവിധി ഈ ലോകത്തിലുണ്ട്. പക്ഷേ ധനവാൻ ചെയ്തിരിക്കുന്ന വലിയ അപരാധമെന്ന് പറയുന്നത്, ഒന്ന്, കരുണയില്ലാത്ത ഒരു മനുഷ്യൻ; 2, ദൈവത്തെക്കാൾ അധികമായി സുഖിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അതുമാത്രമല്ല, 3-ാമത്തത്, ആഡംബരത്തോടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ദൈവത്തെക്കാൾ അധികമായിട്ടുള്ള ആഡംബരം ഒരു പക്ഷേ നിത്യതയിൽ ഒരു വലിയ ന്യായവിധിക്ക് കാരണമായി തീരുവാൻ സാധ്യത ഉണ്ടാകുമോ എന്നൊരു സംശയം ഈ സന്ദേശം പറയുകയാണ്. അതുകൊണ്ട് ആമേൻ, ലഭിക്കുന്ന നന്മകളൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്ത്, ലഭിക്കുന്ന എല്ലാ സാമ്പത്തികങ്ങളും ദൈവത്തിന് സ്തോത്രം ചെയ്ത്, തനിക്ക് മാത്രമല്ല താഴേക്കിടയിൽ കിടക്കുന്ന ദരിദ്രർക്കും കൂടെ അത് പങ്കിടുവാൻ മറന്നു പോകല്ലേ എന്ന് ഈ സമയം ദൈവാത്മാവ് തിരുവചനത്തിൽ കൂടെ ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. സമ്പത്ത് ദൈവം നിനക്ക് തരും. അതുകൊണ്ടാണ് സമ്പത്ത് വർദ്ധിച്ചാൽ നീ അതിൽ മനസ്സ് വെക്കരുത്. ഇവിടെ ഇതാ ധനികനായിരിക്കുന്ന മനുഷ്യൻ ആമേൻ കരുണയില്ലാത്തൊരു മനുഷ്യനായി പോയി. ആമേൻ. അതുമാത്രമല്ല, ദൈവത്തെക്കാൾ അധികമായി അവൻ സുഖിച്ച് ജീവിക്കുകയാണ്.
അവൻ ആഡംബരത്തോടെ ജീവിക്കുകയാണ്. എന്നാൽ ലാസറിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാ, അവൻ്റെ പേര് പോലും ദൈവത്തോടു കൂടെയുള്ളവനെന്നും ദൈവത്തെ അറിയുന്നവനെന്നും ഒക്കെയാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. സമ്പത്തിലല്ല കാര്യം, ഞാൻ എങ്ങനെ ദൈവത്തോടു കൂടെ ആയിരിക്കുന്നു എന്നുള്ളതിലാണ് ദൈവം നോക്കുന്നത്. ഹല്ലേലൂയ. 29-ാമത്തെ വാക്യത്തില് അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. അവൻ അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചൊരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നോക്കുക, അപ്പോൾ മാനസാന്തരത്തിന് ഇടം കണ്ടില്ല, ദൈവത്തെ അറിയുവാൻ സമയം കണ്ടില്ല, ദൈവത്തെ തിരിച്ചറിയുവാൻ സമയം കണ്ടില്ല. ജീവിതത്തിൻ്റെ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന പ്രിയജനമേ, സാമ്പത്തിക നന്മകൾക്ക് മുമ്പിൽ അവൻ പരിഭ്രാന്തിയോടെ ഓടുന്ന പ്രിയ സമൂഹമേ പറയട്ടെ, സാമ്പത്തികം നല്ലതാണ്, ഉയർച്ച നല്ലതാണ്, അനുഗ്രഹം നല്ലതാണ്. എന്നാൽ ദൈവത്തോടുകൂടെ ജീവിക്കുവാൻ കൂടെ സമയം വേർതിരിക്കുക, ദൈവത്തോട് കൂട്ടായ്മ കാണിക്കുവാൻ സമയം വേർതിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഒരു യാതനാസ്ഥലത്തെക്കുറിച്ച് പറയുകയാണ് വചനത്തിൽ കൂടെ. നരകവും സ്വർഗവുമുണ്ട്, സ്വർഗവും നരകവും. ജനമേ, നാം വായിച്ച കുറിവാക്യം ഇങ്ങനെയായിരുന്നു. എബ്രായ ലേഖനം 9:27 വാക്യം, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് കൽപ്പിച്ചിരിക്കുകയാൽ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് കൽപ്പിച്ചിരിക്കുകയാൽ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നാം ഓർക്കണം, മരണത്തിനപ്പുറത്ത് നമുക്കൊരു ന്യായവിധിയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. മറ്റൊരു വചനം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 46 വരെ വചനം നമുക്ക് ശ്രവിക്കാം. മുഴുവനായിട്ട് വായിക്കുന്നില്ല, ചിന്തിക്കാം നമുക്ക്. അതിൽ മത്തായി 25-ന്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്ന സ്വർഗരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ മണവാളനെ എതിരേൽപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന 10 കന്യകമാരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. താഴേക്ക് വരുമ്പോൾ സ്തോത്രം, 1 താലന്ത് കൊടുത്ത മനുഷ്യനെ കുറിച്ചും 5 താലന്ത് ലഭിച്ച മനുഷ്യനെ കുറിച്ചും പറയുന്നു. അങ്ങനെ താഴേക്ക് വായിച്ചു വരുമ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഈ സന്ദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വാക്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. 25-ന്റെ 32-ാമത്തെ വാക്യം, 25-ന്റെ 32-ാമത്തെ വാക്യം ഇങ്ങനെയാകുന്നു, സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും, സകല ജാതികളെയും അവന്റെ മുൻപിൽ കൂട്ടും. ഒരു വിഭജനത്തിനായിട്ട്, സ്വർഗീയ വിഭജനത്തിനായിട്ട്. നമ്മെ തരംതിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ പറയുന്നത് ഇസ്രായേൽ മക്കൾ ആടുകളെ മേയ്ക്കുന്നവരും ആടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ അവർക്ക് പരിചയമുള്ളത് കൊണ്ടും ഒക്കെ കർത്താവ് ആടുകളുടെ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. തിരുവചനത്തിൽ പറയുന്നു, കർത്താവ് നമ്മുടെ ഇടയനാകുന്നു, നാം അവൻ്റെ കയ്യിലെ ആടുകളാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിചയമുള്ള യഹൂദന്മാരോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. 32-ാമത്തെ വാക്യം, മത്തായി 25-ന്റെ 32-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും, അവൻ അവരെ ഇടയന്മാർ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർപിരിക്കുന്നത് പോലെ വേർപിരിച്ച് ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെ പിൻപറ്റുന്ന, ദൈവത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും ഇതാ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട രാജ്യം അവകാശമാക്കിക്കൊള്ളുവീനെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ് ഒരു ഉപമയിൽ കൂടെ. അതിൻ്റെ അർത്ഥം ഈ മരണത്തിനപ്പുറം ഒരു ജീവനുണ്ട്. ഈ മരണത്തിനപ്പുറം ഒരു ജീവനുണ്ട്. ഈ ഭൂമിയിലെ ജീവിതത്തിനപ്പുറം മറ്റൊരു ജീവിതമുണ്ട്. അതാണ് സ്വർഗീയമായ ജീവിതം. ഹല്ലേലൂയ. 25-ന്റെ 32 മുതൽ താഴേക്കുള്ള വചനങ്ങൾ അവിടെ വായിക്കുന്നു.
സകല ജാതികളെയും ആ രാജാവിൻ്റെ മുമ്പിൽ നിർത്തും. അവിടെ യഹൂദന് മനസ്സിലാകുവാൻ വേണ്ടി അവിടെ എടുത്തു പറയുന്നത് കോലാടുകളെയും കോലാടുകളെയും കുറിച്ചാകുന്നു. യഹൂദന് വളരെ വ്യക്തമായി മനസ്സിലാകുവാൻ വേണ്ടി. ആമേൻ. ഇത് യഹൂദ ജനത്തോടാണ് പറയുന്നത്. എന്നാൽ ഓർക്കുക, ആമേൻ, ജാതികളെ കൂട്ടിവരുത്തി വേർതിരിച്ച് അവിടെ ഒരു വിഭജനം, പ്രതിഫല വിഭജനം നടക്കുകയാണ്. എന്താണ് അവിടുത്തെ പ്രതിഫല വിഭജനം? ആമേൻ. നമുക്ക് കാണാൻ കഴിയും, രാജാവ് ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എന്ന് പറയുകയാണ്. നിങ്ങൾക്കായി അവകാശമാക്കിയിരിക്കുന്ന സ്വർഗീയ രാജ്യം, നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു ഹെവൻ. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി ഒരു രാജ്യം ഒരുക്കുവാൻ പോകുന്നു. യേശു പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഇത് പറയില്ലായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ സുഖ സൗകര്യങ്ങൾ കുറവാണെങ്കിലും, ഇവിടെ സമ്പൽ സമൃദ്ധിയിൽ ജീവിച്ചില്ലെങ്കിലും, ആമേൻ, കർത്താവിന്റെ തിരുവചനമായി മാറോട് ചേർത്തുകൊണ്ട് വലിയ സാമ്പത്തിക ഉയർച്ചയൊന്നും പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വിശ്വാസത്തിന് വേണ്ടി ഉറപ്പോടെ ധൈര്യത്തോടെ നിൽക്കുന്ന പ്രിയ മിത്രമേ, ദൈവദാസി, മാതാവേ, പിതാവേ, ഒന്നും നമുക്ക് ലഭിച്ചില്ലെങ്കിലും അവസാനത്തിൽ പറയപ്പെട്ടതുപോലെ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത് അവകാശമാക്കിക്കൊള്ളുവിൻ എന്ന് പറയുകയാണ്. കാരണം നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്കുന്ന അവസാന നാളുണ്ട്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്കുന്ന അവസാന നാളിൽ ലാഭത്തിന് വേണ്ടി നീ കള്ളം പറയേണ്ട, നന്മകൾക്ക് വേണ്ടി നുണ പറയേണ്ട, ഒരു നേട്ടത്തിന് നീ ചതിവോ വഞ്ചനയോ കാണിക്കാതെ ദൈവത്തിന്റെ വചനപ്രകാരം നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ ആ പിതാവിന്റെ മുമ്പിൽ ലജ്ജിക്കുവാൻ സംഗതിയില്ലാതെ മുഖം താഴ്ത്താത്ത ഒരു ദിവസത്തോടെ നിൽക്കുവാൻ ദൈവം എന്നെയും വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? നമുക്കായി നൽകപ്പെട്ട ഒരു രാജ്യമുണ്ട്, അത് അവകാശമാക്കുവാൻ വേണ്ടി. അടുത്തൊരു വേദഭാഗം കൂടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും പരിചയമുള്ള വേദഭാഗമാണ്. ഞാനിവിടെ വായിക്കുന്നു. ഹല്ലേലൂയ. 20:11. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആഭാലവൃന്ദം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. നോക്കുക, പുസ്തകങ്ങൾ തുറന്നു, മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും പ്രധാനപ്പെട്ട തിരുവചന വേദഭാഗമാണ് നമ്മൾ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇവിടുത്തെ ഭരണകൂടം എഴുതി വെച്ച ചില രേഖകളുണ്ട്, ചില പ്രത്യേകമായ ചില രേഖകളുണ്ട്. അതിനകത്ത് പേരുകളില്ലെങ്കിൽ നമുക്ക് ഒത്തിരി തലവേദനയാണ്, ഒത്തിരി പ്രശ്നമാണ്. പിന്നെ അതിൻ്റെ കൂടെ ഓടണം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം, എങ്കിൽ മാത്രമേ അത് സാങ്ഷനായി കിട്ടുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ എത്തപ്പെടുവാൻ ഈ മാനവകുലത്തിന് ദൈവം കൊടുത്ത ഒരു രക്ഷയാണ് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ കൂടെയുള്ള രക്ഷ. അതുകൊണ്ട് കർത്താവിൽ കൂടെയുള്ള രക്ഷ അതിങ്ങനെയാണ്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്കയിൽ തള്ളി. മരിച്ചവരുടെ ആത്മാക്കളെ, മരിച്ചവരെ മുഴുവൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ രാജാതിരാജാവിന്റെ മുൻപിൽ ഒരു വലിയ ജനസമൂഹത്തെ യോഹന്നാൻ കാണുകയാണ്. ഹല്ലേലൂയ. അവിടെ മരിച്ചവർ ആബാലവൃന്ദം ആ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ വന്നുകൂടി. മരിച്ചവർക്ക് അവർക്കനുസരിച്ചുള്ള
ന്യായവിധിയുണ്ടായി. ആർക്കും ഒഴിവ് കഴിവ് പറയുവാൻ കഴിയില്ല. ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ ആ കാലഘട്ടത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. അവൻ ദൈവത്തിൻ്റെ പ്രവചനം ഇതുവരെയും പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ കണ്ടല്ലോ യുദ്ധവും പ്രയാസങ്ങളും. വചനത്തിൻ്റെ നിവർത്തീകരണം കാണുമ്പോൾ പ്രിയ ദൈവത്തിൻ്റെ പൈതലെയും കാലം അധികമില്ല, സമയം അധികമില്ല. എനിക്ക് നിങ്ങൾക്കും പറന്നുയരുവാൻ സമയമായി. ദൈവത്തിൻ്റെ കാഹളം കേൾക്കുമ്പോൾ അവനോട് കൂടെ പറന്നുയരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ മുൻഭാഗം ജീവിക്കേണ്ടത് നമുക്ക് ആവശ്യമാകുന്നു. സത്യത്തിലും ആത്മാവിലും ആരാധിച്ചും വിശുദ്ധ ജീവിതം നയിച്ചും തിരുവചനം വായിച്ചും ഓരോ ദിവസവും ദൈവവചനത്താൽ കഴികൾ പ്രാപിച്ചും ആത്മാവിന് രക്തത്താലും കഴികൾ പ്രാപിച്ചും വീണ്ടും ജനനത്തിൻ്റെ അനുഭവം പ്രാപിച്ചും കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങി നിൽക്കുവാൻ തക്കവണ്ണം പ്രാപിക്കുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവരായി മാറട്ടെ എന്നും ഈ സമയം പറയുകയാണ്. അതുകൊണ്ട് സ്തോത്രം. ജീവിതമുണ്ട്, ഒരു മരണമുണ്ട്, മരണത്തിനപ്പുറം ഒരു ന്യായവിധിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എബ്രായ ലേഖനം 9:27 വാക്യത്തിൽ വായിച്ചത്, അവൻ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ, ക്രിസ്താവ് മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ് ഒരു ന്യായവിധി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത എവരെയും തീ പൊയ്കയിൽ തള്ളിയിടും. നിത്യമായ യാതനാസ്ഥലത്തേക്ക് അബ്രഹാം പിതാവിൻ്റെ മടിയിൽ കിടക്കുന്ന ലാസറെ നോക്കിക്കൊണ്ട് ധനികനായ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, അബ്രഹാം പിതാവേ, ഞാനിവിടെ യാതനാസ്ഥലത്ത് വേദന അനുഭവിക്കുന്നു. അതുകൊണ്ട് ലാസറിൻ്റെ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്നെ നാവിനെ തണുപ്പിക്കണമെന്ന് പറയുകയാണ്. അബ്രഹാം പിതാവ് പറയുന്നു, ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ ഒരു വലിയ വിടവുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് വരുവാൻ കഴിയില്ല, അവിടുന്ന് ഇങ്ങോട്ട് വരുവാൻ കഴിയില്ല. ഇന്ന് ഈ സമയം നീ ചതിക്കപ്പെടാതിരിക്കുവാൻ, നീ വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറഞ്ഞ് പരസ്യയോഗങ്ങളും കൺവെൻഷനുകളും എല്ലാം ക്രമീകരിക്കുന്നത് ഈ രക്ഷാ പദ്ധതിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാ. ഇന്ന് നീ അതിനെ അവഗണിച്ച് മുൻപോട്ട് പോയാൽ നാളെ അവൻ ധനാട്ടിൻ വിളിച്ചു പറഞ്ഞതുപോലെ ഒരു അവസരം കൂടെ നൽകുമെന്ന് ചോദിച്ചാൽ അവിടെ നിനക്കൊരു അവസരം തരുവാൻ സമയമുണ്ടാകില്ല. അതുകൊണ്ട് ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അടുത്ത ഒരു വേദഭാഗം, സുപ്രധാനമായ ഒരു വേദഭാഗം നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും കൊണ്ടുവരികയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 14 അധ്യായത്തിൻ്റെ 9 വാക്യം. ഒരിക്കൽ കൂടെ പറയാണ്, യെശയ്യാവിൻ്റെ പുസ്തകം 14 അധ്യായത്തിൻ്റെ 9 വാക്യം. നിന്റെ വരവിങ്കിൽ നിന്നെ എതിരേൽപ്പാൻ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു. അത് നിന്നെ ചൊല്ലി സകല ഭൂപാലകന്മാരുമായ പ്രേതന്മാരെ ഉണർത്തുകയും ജാതികളുടെ സകല രാജാക്കന്മാരെയും സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അവരൊക്കെയും നിന്നോട്, നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായോ, നീയും ഞങ്ങൾക്ക് തുല്യനായി തീർന്നുവോ എന്ന് പറയും. നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു, കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ കാലത്തെ ചില രാജാക്കന്മാരുടെ വീഴ്ചകളെ കുറിച്ചാണ് പറയുന്നതെന്ന് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും. ന്യായവിധിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിലേക്ക് നാം ഈ പ്രവചന ദൂത് ചിന്തിക്കുമ്പോൾ അതിൻ്റെ 10 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവരൊക്കെയും നിന്നോട്, നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായോ, നീയും ഞങ്ങൾക്ക് തുല്യനായി തീർന്നുവോ എന്ന് പറയും എന്ന് പറയുന്ന ഒരു കാലത്തിലേക്ക് വരും. നോക്കുക, എന്താണ് ഇതിൻ്റെ അർത്ഥം? നാം കണ്ടു ധനവാനെക്കുറിച്ചും ലാസറിനെക്കുറിച്ചും. ഒരു യാതന സ്ഥലത്തേക്ക് അവിടെ പോകുന്നു. അവിടെ താൻ യാതന അനുഭവിക്കുകയാണ്. വളരെ ചൂടേറിയ ഒരു അനുഭവം തനിക്ക് മുമ്പിൽ കടന്നു പോകുകയാണ്. നിത്യമായ നരകത്തിൻ്റെ അവസ്ഥ. ഇവിടെ നരകത്തെക്കുറിച്ചാകുന്നു പറയുന്നതെന്ന് നമുക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് നിന്റെ വരവിങ്കൽ നിന്നെ എതിരേൽപ്പാൻ, ഹല്ലേലൂയ, താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുകയാണ്. ദൈവത്തെ അറിയാതെ മരണപ്പെട്ടു പോകുന്ന ഒരുവന്റെ ആത്മാവ്
ചെന്ന് ഭവിക്കുന്ന അനുഭവിക്കുന്ന അവസാനത്തെ ഒരു അവസ്ഥയാണ് താഴെ പാതാളം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ മഹാഭാഗ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടായി. എന്തെന്ന് പറയട്ടെ, പാതാളത്തിലേക്ക് പോകേണ്ട ആടുകളായ നമ്മെ സ്വർഗത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ച് നീതിമാന്മാരാക്കി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് നിന്റെ വരവിങ്കിൽ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുകയാണ്. ദൈവത്തെ അറിയാതെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ അവസാനത്തെ ഇൻവൈറ്റ് ചെയ്യുന്നത് നിത്യമായ നരകത്തിലേക്കാണ്. ആ നിത്യമായ നരകത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് മുമ്പ് ദൈവത്തെ അറിയാതെ മരിച്ചവരും ഇവിടെ സുഖമായി ജീവിച്ച വലിയ സെലിബ്രിറ്റീസും അതുപോലെ തന്നെ വലിയ രാജപ്രൗഢിയിൽ ജീവിച്ച സമ്പന്നന്മാരുമൊക്കെ അവിടെ കാണും. അതുകൊണ്ട് ദൈവത്തെ അറിയാതെ മരിച്ചുപോയ വ്യക്തി അവിടെ ചെല്ലുമ്പോൾ അവർക്ക് മുമ്പേ മരിച്ചുപോയവരെ അവിടെ കാണുമെന്നാണ് പറയുന്നത്. അതിങ്ങനെ കാണുന്നു: നീയും ഞങ്ങൾക്ക് സമനായോ, നീയും ഞങ്ങൾക്ക് തുല്യനായി തീർന്നു. അവിടെ പറയുന്നു, നിന്റെ ആഡംബരവും വാദ്യഘോഷങ്ങളും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. ദൈവത്തിൻ്റെ പേരിൽ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തു കൂട്ടുന്നത്? കർത്താവിൻ്റെ പേരിൽ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്? ആനയും വെഞ്ചാമരവും ചെണ്ടയും അതുപോലെ ഉത്സവങ്ങളും അതുപോലെ മറ്റുള്ള ആചാരങ്ങളും ഒക്കെ എടുത്ത് ഇവിടെ വാദ്യഘോഷങ്ങളോടുകൂടി ദൈവത്തിൻ്റെ പേരിൽ വലിയ വലിയ പ്രൗഢിയോട് ചെയ്തെടുക്കുമ്പോൾ ഓർക്കുക, ഇതിൻ്റെ അവസാനത്തെ ജഡ്ജ്മെൻറ്റിൽ ഒരു പരാജയത്തിലേക്കാണ് പോകുന്നതെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. നിന്റെ വാദ്യഘോഷങ്ങളും നിന്റെ ആഡംബരങ്ങളുമെല്ലാം പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. ഇന്ന് പകൽ നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിന്റെ വിഷയത്തിനകത്ത് വലിയ തകർച്ചകൾ സംഭവിക്കും. ഇന്നല്ല, വരും കാലങ്ങളിൽ. ഹല്ലേലൂയ. അതാണ് നിന്റെ വരവിങ്കിൽ താഴെ പാതാളം ഇളകിയിരിക്കുകയാണ്. അവിടെ അനേക രാജാക്കന്മാരെ കാണുവാൻ കഴിയും, അനേക ശ്രേഷ്ഠന്മാരെ കാണുവാൻ കഴിയും. ഇവിടെ സുഖിച്ച് ജീവിച്ച് സമ്പൽ സമൃദ്ധിയിൽ വീട്ടുമുറ്റത്ത് വില കൂടിയ കാറും വില കൂടിയ ഭവനവും കൊട്ടാരക്കണക്കുള്ള ഭവനവും ഇവിടുത്തെ സെലിബ്രിറ്റീസും ജനസമൂഹമൊക്കെ നായകന്മാരായി നിർത്തിയ അനേക ജനനായകന്മാർ കൈവിടപ്പെട്ടു പോകുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവരുടെ ആത്മാക്കളും അവിടെ കാണുമെന്നാണ് തിരുവചന വേദ പഠിതാക്കൾ അഭിപ്രായപ്പെടുന്നത് ഈ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ. ഹല്ലേലൂയ. ഇവിടെ സുഖിച്ച് ജീവിച്ചു വില കൂടിയ മെത്തയിലും വില കൂടിയ കിടക്കയിലുമൊക്കെ കിടക്കുമ്പോൾ ദൈവത്തെ അറിയാതെ പോകുന്ന മനുഷ്യന്റെ അവസാന ജഡ്ജ്മെന്റിൽ അവർക്ക് കൊടുക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പറയുന്നു. നിന്റെ കീഴെ പുഴുക്കളും വിരിച്ചിരിക്കുന്നു, കൃമികൾ നിനക്ക് പുതപ്പായിരിക്കും. അവിടെ സുഖമുള്ള ജീവിതമല്ല, അവിടെ യാതനയുള്ള ജീവിതം. കാലാകാലങ്ങളോളം നിത്യമായ നരകത്തിലേക്ക് പോകാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ. നേരത്തെ ധനികനായ മനുഷ്യനെ കുറിച്ച് പറഞ്ഞല്ലോ. അവൻ ധൂമ്ര വസ്ത്രവും പട്ടും ആഡംബര ജീവിതവും നയിച്ച് ദൈവമില്ലാത്തവനായി ജീവിച്ച് ഒടുവിൽ അവൻ കടന്നു പോയത് യാതന സ്ഥലത്തേക്കാണ്. അതിൻ്റെ മറ്റൊരു പൊരുളാണ് ഇന്നിവിടെ പകൽക്കാലം നിങ്ങളുമായി സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. ഇവിടെ കാണിച്ചു കൂട്ടുന്ന എല്ലാ പരിപാടികളും, ഇവിടെ കാണിച്ചു കൂട്ടുന്ന എല്ലാ ആഡംബരവും ഇവിടെ തീരും. എന്നാൽ ഒടുവിൽ നീ കരയേണ്ടി വരും. അതുകൊണ്ട് മാനസാന്തരപ്പെടുക, ദൈവത്തെ അറിയുവാൻ ശ്രമിക്കുക, ദൈവത്തെ മനസ്സിലാക്കുക, ദൈവത്തെ തിരിച്ചറിയുക, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക, അവൻ്റെ വചനം അനുസരിക്കുക, സ്നാനപ്പെടുക, രക്ഷിക്കപ്പെടുക, കർത്താവിൻ്റെ തിരുമേശയിൽ പങ്കെടുത്ത് സഭ എന്ന ആരാധനയിൽ കൂടെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവത്തെ ആരാധിച്ച് മുൻപോട്ട് പോകുക. ഹല്ലേലൂയ. അങ്ങനെ വന്നാൽ നീ കൈവിടപ്പെട്ടു പോകത്തില്ല, നീ തകർന്നു പോകത്തില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെയാണ് അവിടെ പറയുന്നത്, നമുക്കായി ഒരുക്കിയിട്ടുള്ള ഒരു സ്ഥലം, ലോകസ്ഥാപനം മുതൽ നമുക്കായി ഒരുക്കിയിട്ടുള്ള ഒരു വാസസ്ഥലം, അത് അവകാശമാക്കുവാൻ വേണ്ടിയാണ് ഇവിടെ നാം പോരാട്ടത്തിൽ കൂടെ കടന്നു പോകുന്നത്.
രോഗത്തിൽ കൂടെ കടന്നു പോകുന്നത്, ക്ഷീണത്തിൽ കൂടെ കടന്നു പോകുന്നത് എനിക്ക് നിങ്ങൾക്കും പ്രശ്നമില്ലാഞ്ഞിട്ടല്ല, രക്ഷപ്പെടുവാൻ പല വഴികളും ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ നിത്യതയ്ക്ക് വേണ്ടി, നിത്യത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവന് കഴിവതും പാപത്തിലേക്ക് പോകാതെ ജീവങ്കിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം നാം കരുതലോടെ ജീവിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് യെശയ്യാവ് 14:9 മുതൽ താഴേക്ക് 10 വരെ വായിക്കുമ്പോൾ, 11 വരെ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, മരിച്ചവർക്കൊരു യാതനാ സ്ഥലം, അവിടെ നിത്യമായ തീയാണ്, അവിടെ നിത്യമായ വല്ലാത്ത ഒരു ലോകമാണ്, അവിടെ പ്രേതന്മാരും അവിടെ പിശാചുക്കളും കുടികൊള്ളുന്ന ഒരു ലോകമാണ്. അവിടേക്ക് പോകുവാനല്ല പ്രിയ ദൈവവൈതലേ നിന്നെ വിളിച്ചത്, നിത്യമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? റോമാലേഖനം 10:9 യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായിക്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. 2 കാര്യങ്ങൾ. ഒന്ന്, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, നാവ് കൊണ്ട് ഏറ്റുപറയുക. അങ്ങനെയെങ്കിൽ നീ രക്ഷിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. നാം വായിച്ച വചനത്തിലേക്ക് മടങ്ങി വരികയാണ്. എബ്രായ ലേഖനം 9:27 ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാൽ അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ദൈവത്തിന് സ്തോത്രം. പ്രിയ ജനമേ, ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുകയാണ്. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള കാലം ദൈവത്തിനായി ജീവിക്കുക. ദൈവവചനം വായിച്ച് ബലപ്പെട്ട് ആത്മാവിൽ ജീവിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ജീവിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോവുക. സമയവും കാലവും അതിവിദൂരമല്ല. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ആരംഭിക്കുവാൻ സമയമായി തുടങ്ങി. ലോകം അതിൻ്റെ അവസാനത്തിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി സമ്പൽ സമൃദ്ധി നേടുവാനുള്ള ഒരു ചിന്തയിലേക്കല്ല, നാം എങ്ങനെ കർത്താവിൻ്റെ രാജ്യത്തിലെത്തപ്പെടും, എങ്ങനെ കൈവിടാതിരിക്കും, നിത്യമായ നരകത്തിലേക്ക് പ്രവേശിക്കാതെ നിത്യമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണം ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ആമേൻ.